ജാസിയും അഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്. യുഎയിലെ ടിക്ടോക്കിന്റെ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുള്ള സമയത്ത് ടിക്ടോക്ക് ലൈവിലും അതേപോലെ ടിക്ടോക്കിൽ ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ കണ്ടിരുന്നു. ദുബായിൽ മര്യാദ എ സി മെക്കാനിക്കിന്റെ ജോലി തരുന്ന ആളാണ്. റിയൽ ആയിട്ട് പറഞ്ഞേക്കാണ്. അത് കഴിഞ്ഞിട്ട് ആ കോൺട്രവേഴ്സി കഴിഞ്ഞ് അത് ഭയങ്കര ചർച്ചാ വിഷയമൊക്കെയായിരുന്നു ഇവിടെ നാട്ടില്. ചർച്ചാ വിഷയമാകും. കാരണം അത്ര രീതിയിലാണ് ജാസി അതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികം ചർച്ചയായില്ലെങ്കിൽ അതിശയപ്പെടാനും. ഏതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം, ജാഷി ആഷി എന്നൊരു പേര് പറഞ്ഞ അവിടെ റീച്ച് ആണ്. നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. ഒന്നെങ്കിൽ രണ്ടുപേരും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ട്രാൻസ്മാൻ ഒരു ട്രാൻസ് വുമൺ ആയിരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അങ്ങനെയൊന്നുമില്ല. നോർമൽ ആൾക്കാരും ട്രാൻസ് വുമനും കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേര്. നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഞാൻ ആഷി ഒരു സ്ട്രെയിറ്റ് മെൻ ആണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആള് അങ്ങനെയൊന്നുമില്ല. ആഷി സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാത്രം താല്പര്യം, അങ്ങനെ നോർമൽ സ്ത്രീകളോട് മാത്രം. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എന്നെ അംഗീകരിക്കാൻ ഞാൻ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തില് പറ്റാത്തത് കൊണ്ട് ആ ഉമ്മ എന്നോട് അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, കുണ്ടെന്നാ പറഞ്ഞു. ആഷിക്ക് കുഴപ്പമൊന്നുമില്ല. അവനൊരു നല്ല പയ്യനാണ്. അവനൊരു ഈ ആരോഗ്യവാനായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന, മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു പയ്യനാണ്. അവനൊരു സാധുവാണെന്നേ. പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളൂ. ആണുങ്ങളായ ഒരു പിടിപ്പുമാണ്. പക്ഷെ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രാൻസ് അല്ല. നിങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ ഡ്രസ്സ് ഇട്ടത് കൊണ്ടോ മുടി വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പെണ്ണാവില്ല. നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ നടക്കണം. എന്റെ ദൈവമേ, ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? കല്യാണം കഴിച്ചോ? നിങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടോ? കല്യാണം ഞങ്ങൾ ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാ. അതൊക്കെ ഉണ്ട്. ഞങ്ങൾ മുസ്ലിം ഇതുപോലെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ കണ്ടിരുന്നു. ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആണോ? ഒഫീഷ്യലി രജിസ്റ്റേർഡ് ഒന്നല്ല. അത് മറക്കരുത്. ആഷിയോടല്ലാതെ ഇതിനു മുമ്പ് ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ശക്തമായില്ല. അത് ശക്തമായില്ല എന്ന് ചോദിച്ചാൽ ആ ആള് കല്യാണം കഴിച്ചു വേറൊരു പെണ്ണിനെ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. നിങ്ങൾ വന്നിരുന്നപ്പോ തന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി പറഞ്ഞത്. ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്തല്ലത്. കാരണം എനിക്കെന്താ കൊമ്പുണ്ടോ? ഇല്ല, ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇൻട്രോ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. എന്നോട് കളിച്ചാലോട്ടല്ലോ, നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്തയാൽ ഇടിച്ചൊടച്ചു കളയും. ഞാൻ എനിക്ക് ദേഷ്യം വന്നു. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരികയോടാണ് പറയാനുള്ളത്. ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾ എന്നെ തല്ലുവോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പുളിക്കും. തല്ലാനിത്തിരി പുളിക്കും. രാജസ്ഥാൻ മരുഭൂമിയിലെ തീവാറുന്ന കാറ്റിലും ഈ ലംബ് കുലുങ്ങിയിട്ടില്ല. അത് കുലുങ്ങത്തില്ല. എന്തെങ്കിലും